നമ്മുടെ അംഗൻവാടിയിൽ 3 മാസമായിട്ട് അവിടെ ടീച്ചർ ഇല്ല. അത് പറഞ്ഞ ആശുപത്രി മരുന്നില്ലാത്ത കാര്യം പറയണം. പിന്നെ റേഷൻ കാര്യം പറയണം. എന്തായാലും പറഞ്ഞ അത് പറയാനല്ലേ പറയണം. നീ പറയണം. അല്ല ഞാൻ പറഞ്ഞ ഞാൻ മാത്രം പറഞ്ഞിട്ട് കാര്യം നിങ്ങൾ എല്ലാവരും പറഞ്ഞാ അത് കേൾക്കുക ഞാൻ പറയും. അത് പറ. ഇനിയിപ്പോ വോട്ടൊക്കെ കിട്ടിയിട്ട് ഇനിയിപ്പോ വോട്ട് എന്തെങ്കിലും തന്നാ മാത്രം ചെയ്താൽ മതി എന്ന് പറയണം. സതീഷേട്ടാ ഞങ്ങള് ചർച്ചയിൽ തന്നെയാണേ. പേര് തീരുമാനിച്ചില്ല, അതിന്റെ ചർച്ചയ്ക്ക് വേണ്ടി ഇപ്പൊ കൂടിക്കണേ. ഡേറ്റ് നമുക്ക് എല്ലാവർക്കും കൂടെ തിരുവനന്തപുരത്ത് വരുമ്പോ കൂടിയിട്ട് ആലോചിച്ച് തീരുമാനിക്കാം. ഇടുക്കി ജില്ലയുടെ കാര്യം ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട, എല്ലാം ഓക്കെയാണ്. ഇതുകൊണ്ട് ഞാനുണ്ട്, പിന്നെ നമ്മുടെ രാഘവേട്ടനുണ്ടല്ലോ, എല്ലാം ശരി ശരി ഓക്കെ. സതീഷേട്ടൻ ചോദിച്ചത് പേരൊക്കെ പിന്നോക്ക വിഭാഗക്കാരുടെ മുന്നേറ്റ യാത്ര എങ്ങനെയുണ്ടാവും? പക്ഷെ അത് വേറെ വലിയ കുഴപ്പമുണ്ട്. അത് ഇച്ചിരി വലുതായി പോയി. ഇത് നമ്മൾ ഈ ഫ്ലെക്സിൽ ഇതിലൊക്കെ എഴുതുന്ന അക്ഷരത്തെറ്റ് പക്ഷെ അതിനൊരു ഇതുണ്ട് കേട്ടോ. ഉണ്ട്, അത് നമുക്ക് വെച്ചേ അടുത്ത വേറെ എന്തെങ്കിലും ഒരു പരിപാടിക്ക് ഇടാലോ. അല്ലെങ്കിൽ ഈ ജനസ്നേഹ ജാഥ നോക്കിയാലോ? ജനങ്ങളോട് ആർക്കപ്പോട് സ്നേഹമുള്ള നമ്മളെന്തിനാ അവരെ സ്നേഹിക്കണേ? ഇതെങ്ങനെയുണ്ടെന്ന് നോക്കിയത്? ദുർബല രക്ഷായാത്ര. എന്താണ് ദുർബല രക്ഷായാത്ര? ദുർലഭ രക്ഷായാത്ര. ദുർബല രക്ഷായാത്ര, ദുർബലരായ ആൾക്കാരുടെ രക്ഷക്കുള്ള യാത്ര. അതെ, അങ്ങനെയല്ലേ? ഇത് കേൾക്കുമ്പോ ദുർബലരായിട്ടുള്ളവർക്കൊക്കെ തോന്നും നമുക്ക് എന്തോ ചെയ്യണുണ്ട് അവര്. അത് വരുത്തണം, ഒരു ഐഡിയ. പിന്നെ ഫണ്ട് കളക്ഷന്റെ കാര്യമൊക്കെ എങ്ങനെയാണ്? പാർട്ടി ഫണ്ട് ഇപ്പൊ കഴിഞ്ഞുള്ളൂ. അത് പാർട്ടിക്ക് വേണ്ടിയല്ലേ, ഇത് ദുർബലരായ ആൾക്കാർക്ക് വേണ്ടിട്ടല്ലേ. ഭരണമില്ലാത്തതുകൊണ്ട് പിരിക്കാൻ ഒരു പ്രയാസമാണ്. നമ്മുടെ പാർട്ടിക്കകത്തുള്ള ദുർബലന്മാരായിട്ടുള്ള കുറെ അവരെ കൂടെ കൊണ്ടുപോയി ഒന്ന് കാണിക്കണം. ഈ പിരിവിന് പോകുമ്പോഴേ കളക്ഷൻ വേണം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ ഈ പരിപാടി നടത്തുന്നതിന്റെ അന്ന് ഭരണപക്ഷത്തെ ഏതെങ്കിലും മന്ത്രിമാര് അതുവഴി കടന്നു പോകണമെന്ന് നോക്കണം. ഞാൻ ആലപ്പുഴ നമ്മൾ ഭരിച്ചോണ്ടിരുന്നപ്പോ ഒന്ന് കടന്നു പോയമാരുടെ സമ്മേളനം നടന്നില്ലേ? ഗവൺമെന്റ് എന്നെ പെടുത്തിയില്ലേ? 8 മണിക്കൂർ അങ്ങനെ വൈകിയതോടെ 10 മണിക്കൂറുണ്ട് സമ്മേളനത്തിലെത്തായി. അനുഭവിക്കണം. നിങ്ങളെല്ലാം കൂടെ എന്തിനാണ് ഇങ്ങോട്ട് പറഞ്ഞേ? എല്ലാരും കൂടി പോകുന്ന എന്താ പ്രശ്നം? സാറേ ഞങ്ങൾ അവിടെ ഊരുകളിലെ 14 ഊരുകളിൽ അവിടെ വരേണ്ടതാണ് അരി റേഷൻ വണ്ടി. അതിപ്പോ പറഞ്ഞില്ല, ഇപ്പൊ ആകെ 3 ഊരുകളിലാ അരി വണ്ടി പറഞ്ഞത്. അതെ, റേഷൻ വണ്ടി ഓടിക്കുന്ന ആളുടെ വീട് ഇതല്ല. ഞങ്ങളോ ഭരിക്കുന്നത്? അല്ല അല്ല, ഇവരെ ഓർമ്മ നിങ്ങൾക്ക്? എന്റെ പേര് ശീതളന്നല്ലേ? ശീതള എന്താ പറയാ അവർക്ക്? ഒറ്റ ഒരുത്തനാ നമ്മളെ പാർട്ടിനെ തോപ്പിച്ച്. ഞാനാ? പിന്നെ അല്ലാണ്ട് എങ്ങനെ വോട്ട് ചോദിക്കാൻ വേണ്ടി നിങ്ങൾ ഊരിൽ വന്നപ്പോ നമ്മളെ പാർട്ടിക്ക് എന്നെ വോട്ട് ചെയ്യാന്ന് ഈ സമ്മതം മൂളി. എന്നിട്ട് ഈ ഓരോ ഊരിലും പോയി പറഞ്ഞ് നമുക്ക് വോട്ട് ചെയ്യരുത് ആണോ? ഞാൻ പറഞ്ഞില്ല സാറേ, കണ്ട പറഞ്ഞില്ല. ഇവരൊക്കെ നമുക്ക് കിട്ടി നമ്മളോട് മുരുകൻ പറഞ്ഞു. ഏത് മുരുകൻ? കടവുളല്ല, നിങ്ങൾ അപ്പുറത്ത് ഊരിലെ മുരുകൻ കടവുള. മുരുകൻ പറഞ്ഞു അവന് സുഖല്ലേ സാറേ, അവന് സുഖമില്ലാതെ അത് പറഞ്ഞു. എന്നാലും നീയൊക്കെ ഉണ്ട ചോറിന് നന്ദി കാണിക്കണമായിരുന്നു. ഇലക്ഷൻ സമയത്തെ ഇവർക്ക് 10 കിലോ വെച്ച് കൊടുത്തില്ലേ? 1 കിലോയ്ക്ക് 50 രൂപ വിലയാ. സാറേ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ വോട്ട് ചെയ്ത് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞെന്താ? ഞാൻ പറഞ്ഞ അവര് ഇനി നോക്കി കണ്ടു ചെയ്യണം. അന്ന് വോട്ട് ചെയ്യുമ്പോ നമ്മളെ സഹായിച്ച ആൾക്കാർക്ക് ചെയ്യണം, അതല്ലാണ്ട് അവിടെ ഇവിടെ വോട്ട് ചെയ്ത് പറഞ്ഞ. അതുകൊണ്ട് നമ്മൾ തോറ്റു കുത്തിരിക്കണേ. മന്ത്രി ആവേണ്ട ആളോ അത് അറിയോ? ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല സാറേ. നിങ്ങ പറഞ്ഞില്ലേ അന്ന് വോട്ട് വന്നപ്പോ പറഞ്ഞില്ലേ പച്ചനും വന്നാ ഇങ്ങ് ബാ എന്ന് പറഞ്ഞില്ലേ? ഇവിടെ വന്ന് ഞങ്ങള് ഭരണത്തിലിരുന്നപ്പോ നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്തു തന്നു? എന്ത് ചെയ്തു തന്നു? ഒന്നും ചെയ്തില്ലേ? നിങ്ങളുടെ വീടിന്റെ ഒക്കെ മുറ്റം ടൈൽസ് ഇട്ട് തന്നില്ലേ? അവിടെ മുറ്റത്ത് ഇവിടെ ടൈലിട്ടിട്ട് ഇവിടെ മേൽക്കൂറ് മേലാണ്ട് ഇവിടെ മുറ്റത്ത് ടൈലിട്ട് പോയി. എന്തിനാ ഇവിടെ എന്താ അപ്പൊ അവിടെ വീണിട്ട് 3 മാസം കഴിഞ്ഞിട്ട് എനിച്ചത് അവിടെ ടൈലിൽ അവിടെ അറിയാൻ പാടില്ലല്ലേ? ഒന്നും ചെയ്തില്ല നിങ്ങൾ പറയരുത്. 100 കക്കൂസ് പണി ആരെങ്കിലും കക്കൂസ് പോകുന്നുണ്ട് അവിടെ? നാക്കെന്തിനാ സാറേ കക്കൂസ്? ഇവിടെ തിന്നാല്ലാണ്ട് എന്ത് കക്കൂസ്? കാരണം ഞങ്ങൾ അങ്ങനെ പറഞ്ഞു. നിങ്ങൾ ഇതൊക്കെ നിങ്ങൾ നേതാക്കന്മാർ, എനിക്കത് പറയാമല്ലോ. എനിക്ക് കുറച്ച് പഠിപ്പൊക്കെ ഉണ്ട്. ഞാനിപ്പോ ഇതൊക്കെ പേപ്പറൊക്കെ ഇതൊക്കെ വായിക്കും. ഇവർക്ക് പറയാൻ പേടിച്ചിട്ടാ. ഞാൻ പറയട്ടെ, ഞങ്ങള് ഇവിടെ ഊർക്ക് ഇവിടുന്ന് 10 കൊല്ലത്തിന്റെ ഇറക്കി 5000 കോടി ഉറുപ്പ് ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട് സർക്കാർ. ഇതെവിടെ 5000 കോടി? ഞങ്ങൾക്ക് ആളാ ഇത് 50 കോടി കിട്ടണം. 5000 കോടി ഉണ്ടെങ്കിൽ
ഇത് 5000 ഉറുപ്പ്യ തന്നിട്ടില്ല നിങ്ങള്. നിങ്ങളെ ഊരില് എത്ര പേരുണ്ട് ഇപ്പൊ എല്ലാം കൂടെ? ഞങ്ങളവിടെ ഊര് എത്ര കുടി? 40 അതുപോലെ കൃത്യമായിട്ട് അറിയില്ല. ഇല്ല 48 പളനി ചാമിക്കൂ. അവരുടെ കൂടി അവരുടെ ഇത് കൂടി കൂട്ടിയാ ഞങ്ങള് 48. ഇതൊക്കെ കൊണ്ടാണ് നിങ്ങൾക്ക് 5000 കോടി തരാത്തത്. എന്തേ എന്നാന്നറിയോ? ഞങ്ങൾക്ക് എന്നെ അറിയാതെ നിങ്ങൾ എടുത്ത് കയ്യിൽ പിടിച്ചെടുക്കുക. നമ്മളല്ലാതെ കയ്യിൽ പിടിച്ചിരിക്കണത്. അതൊക്കെ ഇപ്പൊ ഭരിക്കുന്നവരോട് പോയി പറയണം. ഞങ്ങൾക്ക് കോടി ഒന്നും വേണ്ട സാറേ. ഞങ്ങൾക്ക് മരുന്ന് വേണം, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം വേണം, ഞങ്ങൾക്ക് റേഷനറി വേണം സാറേ. നിങ്ങളുടെ ഈ അവസ്ഥകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് ആകെ മാനസികമായിട്ടൊരു വിഷമമുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ പ്രശ്നം പരിഹരിച്ചിട്ട് ഇനി ഞങ്ങൾ എന്ത് പ്രശ്ന പരിഹാരം അപ്പൊ ഞങ്ങള് ഒരു ദുർബല യാത്ര നടത്തുന്നതാണ്. ദുർബല യാത്ര അതായത് കഷ്ടപ്പെടുന്നില്ലേ? കഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു യാത്ര നടത്താൻ പോണു ഞങ്ങൾ. ആര് പോകും സാറേ? എല്ലാരും കൂട്ടി നമ്മുടെ മൈക്ക് വെച്ചിട്ട് നമ്മളെ വിഷമങ്ങളെല്ലാം ടിവിയിലൊക്കെ പറയണം. ആൾക്കാർ ടിവിയിലൊക്കെ വരെ എന്റെ തരാം ഞങ്ങൾക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അമ്മ 1 കിലോ അരി വെച്ച് കൊടുക്കും. എവിടുന്ന് എവിടെ പോവാ? നമ്മുടെ ജില്ലയിൽ കൂടാ മൈതാനത്ത്. അതില് നല്ല ഞങ്ങള് മുളകാരി മേടിച്ച് തിന്നാന്നാണ്. ഇത് ഇവിടെ കൂടി നടന്നിട്ട് ഓർക്കില്ല അറിയാം. സീത ഞങ്ങള് വരാം, എന്നാല് ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ തീർത്ത് തരണം. അല്ല, നമുക്ക് യാത്രയെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണം. അത് വേണ്ട. ഇനി നിങ്ങളെ പ്രശ്നങ്ങൾ തീർക്കണമെങ്കിൽ 2 കൊല്ലം കൂടി കഴിയണം. അടുത്ത ഇലക്ഷൻ വരട്ടെ, നമ്മളെ വിജയിപ്പിക്കുക. അപ്പൊ നമ്മൾ ശരിയാക്കി തരാം. ഞങ്ങൾ ഇത് പറയാതല്ലേ ചെയ്ത്. ഇപ്പൊ നിങ്ങൾ ഞങ്ങളെ സഹായിക്കാം. നിങ്ങളൊരു കാര്യം ചെയ്യുക. ഇനി നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഭരണപക്ഷത്തെ മന്ത്രിമാരല്ലേ, അവരോട് പോയി പറയും. എല്ലാവരും കൂടി തിരുവനന്തപുരത്തേക്ക് പോയിക്കോളൂ. നിങ്ങൾ പറയാം. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോന്ന് പറഞ്ഞെന്താ? സാറേ ഞങ്ങൾക്ക് വിശന്നിട്ടാണ് സാറേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം. നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ കേൾക്കുന്നില്ലേ? നിങ്ങൾ ഭരണപക്ഷത്തുള്ള മന്ത്രിമാരോട് പോയി പറയും. ഞങ്ങളുടെ 5000 കോടി പറ്റിച്ചില്ല സാറേ. ഞങ്ങൾ വിഴുങ്ങി. അത് പറഞ്ഞാ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമോ? പോയേ, നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല. നിങ്ങൾ പോയിട്ട് അവിടെ പോയി വിശക്കണമെങ്കിലേ കാട്ടിൽ നിന്ന് വല്ല പുല്ലോ വല്ല ഇലയോ ഒക്കെ കഴിച്ചു. കാശൊക്കെ മേടിച്ച് പിടിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ കാണി തന്നാ മതി. ഞങ്ങള് മനുഷ്യരാണ് സാറേ. ആവശ്യമില്ല പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞില്ലേ? ഒന്നാമത്തെ നീ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞത്. നീ വോട്ട് ചെയ്യുന്നത് പച്ചസംഘടന സ്ത്രീകളെ ആ കൂട്ടത്തിൽ സ്കൂളിന്റെ പടി കണ്ടു പോകാനുള്ളൂ. കുറച്ച് വിവരങ്ങൾ എന്നെക്കാളും പഠിപ്പുണ്ട്. വയറ് പൈക്കണം എനിക്ക്. നല്ലോണം പൈക്കുന്നുണ്ട് വയറ്. അതാ ഉറങ്ങുമ്പോ ചോദിക്കുന്നു എങ്ങനെ ഉറങ്ങി പോകുന്ന ഞാൻ. കഞ്ഞിന്റെ വെള്ളം കുടിക്കുക ചെയ്തപ്പാ അവിടെ കാടാ കണ്ടിട്ട് പോവാം. വയറും വിശന്ന് കാലാണ്. വരട്ടെ. എല്ലാവർക്കും വിശക്കും, നിക്ക് മാത്രല്ല. പരിപാടി നടത്തണം. എത്ര മീറ്റിംഗിൽ ഞാൻ പറഞ്ഞു അത് പഴംപൊരി ആക്കണം. എനിക്കാണെങ്കിൽ ഈ പരിപ്പൂടെ കൊണ്ടുപോകാം. സാറേ അങ്ങനെ പോകാണി സാറേ. ഞങ്ങള് പറയട്ടെ സാറേ. എന്താണ് സാറേ? ഞങ്ങള് ഊർക്കുള്ള കാര്യങ്ങൾ പറയാൻ വന്നത്. അതിനിവിടെ വന്നിട്ട് എന്താ? അല്ല അവിടെ ഇപ്പൊ ഞങ്ങക്ക് ഊർക്ക് അവര് 14 ഇടത്തേക്ക് അവര് അരി തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഇപ്പൊ ആ പറഞ്ഞു വന്നിപ്പോ ഇപ്പൊ ഇല്ല. അവിടെ 3 ഊർക്ക് ഇപ്പൊ അരി കൊടുക്കുന്നുണ്ട്. ഞങ്ങക്ക് അരി കിട്ടുന്നില്ല. ഇപ്പൊ അതപ്പോ അവിടെ അങ്കവാടി ഉണ്ടായിരുന്നില്ലേ? അങ്കവാടി ഇപ്പൊ ടീച്ചറില്ല. 3 മാസം അവിടെ ഇല്ല. ഞങ്ങളുടെ പിള്ളേർക്ക് പഠിക്കാൻ പറ്റുന്നില്ല സാറേ. അതെ ചേട്ടാ, ഇത് നിങ്ങളുടെ വകുപ്പിന്റെ മന്ത്രിയല്ല. പുള്ളി പാർട്ടിയുടെ ചുമതലയായിട്ട് തിരക്കിലാണ്. പുള്ളി വരുമ്പോ നിങ്ങൾ ഒരു അപേക്ഷ എഴുതി കൊടുക്ക്. ഞങ്ങൾക്ക് ഇപ്പൊ ഇതൊന്നും അറിഞ്ഞ ഞങ്ങൾക്ക് അറിയാൻ വരുമ്പോ അങ്ങനെ ചെയ്താൽ മതി. അവിടെ പോയി സാർ. അപ്പൊ അവര് തോറ്റ അവര് കഴിഞ്ഞ പ്രാവശ്യം അവിടെ പഠിച്ച ആൾക്കാര്
അവിടെ അടുത്ത് ചെന്നപ്പോ പറഞ്ഞ അവരല്ലേ ഇപ്പൊ ഇവിടെ നിങ്ങൾ വേറെ ജയിച്ച ആൾക്കാരുടെ അടുത്ത് പോകുന്നു പറഞ്ഞവര്. ഞങ്ങൾ വോട്ട് ചെയ്തല്ലോ സാറേ. വോട്ടിന്റെ ഒന്നല്ലേ ഒരു കന്നാസ് ചാരായ മൂപ്പന് ഞാൻ കൊണ്ടു തന്നത്. സാറേ ഞങ്ങൾക്ക് ചാറായി കിട്ടിയിട്ട് എന്ത് വേണ്ട, ഞങ്ങൾക്ക് വിശപ്പ് അടക്കണ്ടേ? അതെ, നിങ്ങൾക്ക് ചെയ്തു തരാവുന്ന സംഗതികളൊക്കെ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്നുള്ള പരിശോധിക്കട്ടെ. ഞങ്ങളുടെ 5000 കോടി രൂപ നിങ്ങൾ എടുത്തെന്ന് പറഞ്ഞല്ലോ സാറ്. ഇവനൊക്കെ മറ്റോമാര് പറഞ്ഞു വിട്ടേക്കാണ് ഇളക്കിയിട്ട്. അവന്റെ നാവുന്തിയായിട്ട് 5000 കോടി എന്നൊക്കെ പറയാൻ. ഈ 5000 കോടിയുടെ കണക്ക് ചോദിക്കാൻ വന്നാണ് നിങ്ങൾ? സാർ അതല്ല പറഞ്ഞു, ഞങ്ങൾ 10 കൊല്ലമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഊരിലേക്ക് 5000 കോടി ഉറുപ്പ്യ ഇവിടെ സർക്കാർ തരണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് 5 ഉറുപ്പ്യ പോലും കിട്ടണ്ടേ സാറേ? എടോ, നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ്. നിങ്ങളെയൊക്കെ കഷ്ടപ്പെടുന്ന എത്ര ആളുകളുണ്ട് പുറത്തുനിന്ന് അറിയാമോ? സോമാലിയിലെ കഥ നിങ്ങൾക്കറിയോ? പട്ടിണിയാണ്, പച്ചവെള്ളം പോലും കുടിക്കാൻ കിട്ടുന്നില്ല. ഞങ്ങൾ അവരെ ഒന്നും കാട്ടിയില്ല സാറേ. ഞങ്ങൾ എത്തി കാട്ടി അവരെ. ഞങ്ങൾക്ക് സമരം ചെയ്തിട്ട് ഞങ്ങൾക്ക് പട്ടയം തന്നു, കുടിന് കെട്ടാൻ വേണ്ടി സ്ഥലം തന്നില്ലേ? പക്ഷെ ഏടി കിട്ടിയില്ല, സ്ഥലം കാണുന്നില്ല. അത് നിങ്ങൾ കണ്ടുപിടിക്കണം എവിടെയാന്ന്. ഞാൻ രാവിലെ എണീച്ചിട്ട് എപ്പോഴും പെരുപ്പി പോയിക്കൊണ്ടിരിക്കും. വേറെ സ്ഥലം പട്ടയമില്ലേ നിന്റെ അടുത്ത്? അത് കല്ലാസുണ്ട്. അത് മതി, അത് വീട്ടിൽ വെച്ചാൽ മതി. ഇല്ലേ? അതോടെ സൂക്ഷിച്ച് വെച്ചാൽ മതി. അതിനാണ് വില. ഇവിടെ സ്ഥലത്തിന്റെ കാര്യം അല്ല, അരിയല്ലേ? അപ്പൊ അത് പറയും. ഞങ്ങളിപ്പോ പട്ടിണിയാണ് സാറേ, അത് അരി കിട്ടാത്ത കാര്യം പറയാൻ വന്നു ഞങ്ങള്. നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ മുഴുവൻ എഴുതിയിട്ട് ഒരു പേപ്പറിൽ എഴുതുക കേട്ടാ. അത് എഴുതിയിട്ട് കുറെ ആളുകളെ കൊണ്ട് ഒപ്പിടിക്കുക. എന്നിട്ട് വകുപ്പ് മന്ത്രിക്ക് അത് കൊണ്ടുപോയിട്ട് കൊടുക്കുക. അപ്പൊ അവിടുന്ന് അന്വേഷണം വരും, അവർ അന്വേഷിക്കും കേട്ടാ. വേണമെങ്കിൽ ഞങ്ങളൊന്ന് വിളിച്ചു പറയാൻ, നീ വിളിച്ചു പറയണം കേട്ടോ. എഴുതിക്കോ സാറേ. അതൊക്കെ പുറത്ത് ആളെ ഇപ്പൊ ആരും എഴുതി തരും. മാറുകൾ സാറേ സാറേ എന്തെങ്കിലും ചെയ്തിട്ട് ചേച്ചി ചേച്ചി പറഞ്ഞിട്ട് പോകണം സാറേ. പറഞ്ഞിട്ട് പോ സാറേ. തുറക്ക് ചെയ്ത് തുറക്ക് സാറേ. അത് പോയി. ഞാൻ ഒപ്പ് കുറെ ഇട്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ ആരോട് പറഞ്ഞു? എല്ലാ കൊല്ലം ഏവരോട് പറഞ്ഞു? ശരിയാവുമത്? എനിക്കറിയില്ല. ഇനി നമ്മ എന്ത് ചെയ്താ? എന്ത് ചെയ്യാനാ? ഇവരുടെ അടുത്തൊന്നും പോയിട്ട് കാര്യമില്ല. ഇവിടെ ഇപ്പൊ ഭരിക്കണവരും വേണ്ട, ഇതിനു മുമ്പ് ഭരിച്ചവരും വേണ്ട. അവരൊക്കെ നമ്മുടെ അടുത്ത് ഓരോ കാര്യത്തിന് വന്നിട്ട് നമ്മുടെ എന്തെങ്കിലും തട്ടി തിന്നാൻ പറഞ്ഞവരാ. അവരുടെ അടുത്ത് പോയിട്ട് എന്ത് കാര്യം? നമുക്ക് അവർ വേണ്ട. അല്ല ചീത്ത, ഈ 5000 കോടി എന്ന് പറഞ്ഞ എത്ര രൂപ ഉണ്ട്? അതൊക്കെ കൊറേ ഉണ്ട് എന്റെ കോച്ചി. അതൊക്കെ എന്നാലും നമ്മുടെ ഇവിടെ കുരുതി പേടിക്ക് എത്ര കാശ് വേണം? കൊറേ കാശ് വേണം. അതിന്റെ 100 ഇരട്ടി ഉണ്ടാവും. അത്രയും ഇതാരാ അവരുടെ കയ്യിൽ കൊടുത്തത്? അവരുടെ കയ്യിൽ കൊടുക്കാല്ല, അത് സർക്കാരിന്റെ പൈസ. നികുതി പണ പൈസ ഇല്ലേ? അത് നമുക്ക് വരേണ്ട പൈസ അല്ല, അത് അങ്ങനെ അവരുടെ കയ്യിൽ വന്നു. അത് അവര് നമുക്ക് അനുവദിച്ച് തരുന്ന പൈസ ഇവരെല്ലാവരും ഉദ്യോഗസ്ഥർ, ഇവര് രാഷ്ട്രീയക്കാര്, അവരൊക്കെ കൂടി തട്ടി തിന്നുവാത്. അപ്പൊ പിന്നെ നമ്മൾ ആരോട് പറയും ചെയ്താ? നമ്മൾ അവിടുന്ന് ഇവിടുന്ന് ഊരിൽ നിന്നുള്ള ആൾക്കാർ എല്ലാവരും കൂടിച്ചിട്ട് നമ്മൾ നാട്ടുകാരുടെ അടുത്ത് ചെന്ന് കാര്യം പറയണം. ഇവിടെ ഊർക്ക് ഇനി ഒന്നുമില്ല, ഇവിടെ അരിയില്ല, സാധനങ്ങളില്ല, ഇവിടെ കൃഷിയില്ല, ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവരുടെ എന്തെങ്കിലും കിട്ടിയാലായി. അല്ലാണ്ട് ഇവരുടെ പിന്നെ അന്നേരത്തെ എന്താ കാര്യം? തട്ടിപ്പുകാര്. അപ്പൊ ഇനി നമ്മളെ ആരും പറ്റിക്കരുത്. ഇനി പറ്റിക്കാൻ നമ്മൾ നിന്ന് കൊടുക്കരുത്. നമ്മളത് അവർ പറഞ്ഞ് കേട്ടിട്ട് വിശ്വസിച്ച്, അവർ പറഞ്ഞ് കേട്ട് വിശ്വസിച്ച് നടക്കണ്ട. ഞാൻ ബിസ്കൂല. നിങ്ങളെന്റെ കറുത്ത മക്കളെ തൊട്ടു തിന്നുന്നു. നിങ്ങളവരുടെ നിറഞ്ഞ കണ്ണുകൾ ചുഴഞ്ഞെടുക്കുന്നു. നിങ്ങളുടെ കുഴിപാടം സുഖം തോന്നുന്നു. നിങ്ങളറിയണമെന്ന് ഞങ്ങൾ ഇല്ല വഴിയെന്ന്, വേറെ ഇല്ല വഴി.
മറന്ന് മന്നോ സാറേ, അനന്ത് സാറേ, മന്നോ സാറേ, ആ വാനോക്കി. വിവരം അറിഞ്ഞില്ലല്ലോ. എന്ത്? നമ്മളെ ശീതളിന്റെ ഊരില്ലേ, ശരി. ശീതളിന്റെ ഊരില്ലേ, ആ, ഉവ്വ് ഉവ്വ് ഉവ്വ്. അവിടെ ഒരു ചെറുപ്പക്കാരനെ നാട്ടുകാരെല്ലാം കൂടി ചവിട്ടി കൊല്ലാഞ്ഞു. ഓനെന്തോ പേരക്കേറിട്ട് എന്തോ ഭക്ഷണം മോഷ്ടിച്ചാന്നാ ചവിട്ടി കൊന്നു. ഓനെ തല്ലുന്നതേ അവിടെ വീഡിയോ എടുത്തിട്ടുണ്ട് ആരോ, എനിക്ക് കിട്ടിക്ക്. അത് നോക്കി വീഡിയോ എടുത്തോ? ആ നല്ല കിട്ടിക്കണേ. നെഞ്ചിലാ ചവിട്ട് കിട്ടിയേക്കണ. ആ ചവിട്ടിലൊക്കെ മയ്യത്താവണ്ടൊക്കെ ആൾക്കാർ. എന്തായാലും അവിടെ ആകെ പ്രതിഷേധാട്ടോ. എന്തായാലും ഒരു കണക്കിന് ഇത് നന്നായി. അതെ, നമുക്കേ ഇത് വെച്ചൊരു കളി കളിക്കാം. അത് നേരം ഇത് നമുക്ക് പറ്റിയ സമയാ. ഇതൊന്ന് ആഘോഷിക്കാം. നമ്മളൊന്ന് ഇറങ്ങണം. ഞാൻ എല്ലാവരും ഒന്ന് വിളിച്ചോളി. വിളിക്കാം. സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും ഒരേ തട്ടിൽ കാണുക എന്നുള്ളതാണ് പാർട്ടിയുടെ നയം. അതിൽ ഒരു തർക്കവുമില്ല. അതിനിടയ്ക്ക് മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവർത്തികൾ ആര് ചെയ്താലും മുഖം നോക്കാതെ നടപടിയെടുക്കും. ഈ സർക്കാർ അതിന് പ്രതിജ്ഞാബദ്ധമാണ്. അതിന് നിങ്ങൾക്ക് സംശയമൊന്നും വേണ്ട. മരിച്ച സഹോദരന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ അടിയന്തര ധനസഹായമായിട്ട് നൽകി കഴിഞ്ഞു. ഇനിയും ധനസഹായം കൊടുത്തുകൊണ്ടേയിരിക്കും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മരിച്ച സഹോദരന്റെ ആത്മാവിന് നിത്യശാന്തികൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സഹോദര, മാപ്പ് മാപ്പ്. ടീച്ചറെ, മരിച്ച ടീച്ചറിന്റെ സഹോദരനൊന്നുമല്ലോ. ഇത്ര വേണ്ട, ഇച്ചിരി കുറച്ചു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട മന്ത്രി ഇപ്പൊ പറഞ്ഞ ആ മാപ്പ് അത് പറയാൻ അവര് ബാധ്യസ്ഥരാണ്. കാരണം തെറ്റ് ചെയ്തത് അവര് തന്നെയാണ്. പിന്നെ അനുവദിച്ച ഒരു 10 ലക്ഷം രൂപ എന്ന് പറയുന്നത് ആ തെറ്റിന്റെ പ്രായശ്ചിത്തം. കാരണം ഈ ബാബു എന്ന് പറയുന്ന വ്യക്തി ഇന്നലെയോ പെട്ടെന്ന് പൊട്ടിമുളച്ച ഒരാളല്ല. എത്രയോ വർഷമായിട്ട് ഇവിടെ ജീവിക്കുന്ന ആളാണ്. അപ്പൊ അയാള് ഇതിനു മുമ്പ് ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ എങ്ങനെയാണ് ജീവിക്കണമെന്നൊന്നും അന്വേഷിക്കാതെ ഈ 10 ലക്ഷം രൂപ മരിച്ചു കഴിഞ്ഞതിന് ശേഷം അനുവദിക്കുന്നതിന് മുമ്പ് അയാൾക്ക് എന്തെങ്കിലും കൊടുത്തിരുന്നെങ്കിലോ ഈ ഒരു സാഹചര്യം അയാൾക്ക് ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ എനിക്ക് പറയാനുള്ളത്, പിന്നെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്ന ഈ നാട് ഇപ്പൊ ചെകുത്താന്റെ നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇവരുടെ ഭരണം വന്നതിന് ശേഷമാണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. പിന്നെ പോയത് പോയി. എന്റെ പ്രിയ അനുജൻ, എന്റെ ബന്ധു, എന്റെ മിത്രം, എല്ലാമായിരുന്ന ബാബു, എനിക്കധികമൊന്നും പറയാനില്ല. പോയത് പോയി. എല്ലാത്തിനും കാരണം ഈ സർക്കാരാണ്. ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും സർക്കാർ ഏറ്റെടുത്ത് സർക്കാർ രാജിവെക്കണമെന്ന് ഞാൻ ഈ സാഹചര്യത്തിൽ നിങ്ങളോട് പറയുന്നത്. എനിക്ക് അറിയാമെന്ന് പറയില്ല. ഈ സ്ഥലത്ത് ആവശ്യമുള്ള പറഞ്ഞാൽ പോരെ. ഇതൊക്കെ പറയാൻ ഇതുപോലൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴല്ലേ പറയാൻ പറ്റും. അതാണ് പറയേണ്ടത്. ഒരു സ്ഥലത്ത് പറയുമ്പോൾ ആ സ്ഥലത്ത് പറയേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. അതിനാണ് ഔചിത്യം എന്ന് പറയുന്നത്. ഇതിപ്പോ പറഞ്ഞെന്ന് പറഞ്ഞൊന്നും സംഭവിക്കാൻ പോലല്ലോ. നിങ്ങൾക്കൊല്ലം സംഭവിക്കൂ ഇല്ലല്ലോ. നമസ്കാരം. ഈ വാർത്ത അറിഞ്ഞപ്പോ തൊട്ട്